ഞങ്ങൾ വിജയിക്കാത്ത മേഖല പോലെ തന്നെ ഞങ്ങൾ വിജയിക്കുന്ന മേഖലകളും ഉണ്ട്. അവിടെ ഞങ്ങൾ ആരെയും വെല്ലുവിളിക്കും, ആരുമായിട്ടും മത്സരിക്കും. കാരണം അത് ഞങ്ങളുടെ ഫീൽഡാണ്, ഞങ്ങൾ അവിടെ വിജയിക്കുന്ന ഞങ്ങൾക്ക് നല്ല ഉറപ്പുമുണ്ട്. അത്തരം ഒരു ഫീൽഡാണ് ഈ ആശയ സംവാദ മേഖല എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ആശയ സംവാദം ചെയ്യാനുള്ള കൽപ്പന ഞങ്ങളുടെ ദൈവത്തിന്റെ വചനത്തിലുണ്ട്. പത്രോസ് അപ്പോസ്തലനിലൂടെ ദൈവാത്മാവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് ആശയ സംവാദം നടത്തണമെന്ന്. ഞാൻ ആ വാക്യം വായിക്കാം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സൗമ്യതയും ഭയഭക്തിയും കൊണ്ട് പ്രതിവാദം പറയുവാൻ എപ്പോഴും ഒരുങ്ങിയിരിപ്പിൻ. 1 പത്രോസ് 3:15. ഈ കൽപ്പന ഞങ്ങൾക്കുള്ളത് കൊണ്ട് ഞങ്ങളതനുസരിക്കും. മനസ്സിലായോ? പ്രതിവാദം പറയുക എന്നുള്ളത് ആശയ സംവാദമാണ്. അത് കർത്താവായ യേശുക്രിസ്തു ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയാണ്. അപ്പോസ്തലന്മാർ ഇഷ്ടം പോലെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അപ്പോസ്തലിക പിതാക്കന്മാരുടെ കാലത്തേക്ക് വരുമ്പോൾ സഭാചരിത്രം നോക്കിയാൽ അവർ ചെയ്തിട്ടുണ്ട്, സഭാപിതാക്കന്മാർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ള ഓരോ കാലഘട്ടത്തിലും ക്രൈസ്തവ വിശ്വാസികൾ ഇഷ്ടം പോലെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അത് ഞങ്ങളുടെ ഫീൽഡാണ്. ഞങ്ങൾ അവിടെ ആരെയും വെല്ലുവിളിക്കും. ഞങ്ങളുടെ വിശ്വാസത്തിനെതിരായിട്ട് വരുന്ന ആരെയും ഞങ്ങൾ വെല്ലുവിളിക്കും. ഡിബേറ്റിനുണ്ടോന്ന് ചോദിക്കും. ഇമാം അക്ബറിനോടും അതുപോലെ രവീന്ദ്രനോടും പല ആൾക്കാരോടും ഞങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. സംഖ്യകളുടെ ചില സ്വാമിമാരോടും ചോദിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കെതിരെ സംസാരിക്കുന്നത് കേട്ടാൽ, ക്രൈസ്തവ വിശ്വാസത്തിനെതിരെ സംസാരിക്കുന്ന കേട്ടാൽ ഞങ്ങൾ അവർക്ക് മെയിൽ അയക്കും. ഇന്ന വിഷയത്തിൽ താങ്കൾ ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞങ്ങൾ കേട്ടു. ആ വിഷയത്തിൽ ഏകപക്ഷീയമായിട്ട് സംസാരിക്കുകയല്ല, ഒരു മേശയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നുകൊണ്ട് നമുക്ക് സംസാരിക്കാം, സ്നേഹത്തിൽ സത്യം സംസാരിക്കാം, വരൂ നമുക്കൊരു സംവാദം നടത്താമെന്ന് പറഞ്ഞു വിളിച്ചിട്ട് ഇവന്മാരാരും വന്നിട്ടുമില്ല. അത് വേറെ കാര്യം. അക്ബർ ആയാലും അല്ല രവീന്ദ്രനായാലും നിങ്ങളുടെ സാഹിമാരായാലും ഇവരാരും വന്നിട്ടൊന്നുമില്ല. അപ്പോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ആശയ സംവാദ മേഖല ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിജയിക്കുന്ന ഫീൽഡാണ്. അതുകൊണ്ട് അവിടെ ആരുമായിട്ടും മത്സരിക്കാൻ ഞങ്ങൾ തയ്യാറാകും. എന്നാൽ അടി, ഇടി, വെട്ട്, കുത്ത്, കൊല, മോഷണം തുടങ്ങിയവ ഞങ്ങളുടെ ഫീൽഡല്ല. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകില്ല. അപ്പൊ നിങ്ങളും ഞങ്ങളെപ്പോലെ ആകണമെന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾക്ക് ആധിപത്യമുള്ള ഫീൽഡിലേക്ക് നിങ്ങൾ പോ. ഞങ്ങളെ വെറുതെ വിട്, ഞങ്ങളുടെ സമയം വെറുതെ മെനക്കെടുത്തണ്ട. നാവുകൊണ്ട് ഷൂ പോളിഷ് ചെയ്യുന്ന മേഖലയിൽ നിങ്ങൾ കിരീടം വെക്കാത്ത രാജാക്കന്മാരാണ്. ഞാനത് അംഗീകരിച്ചു തരുന്നു. അവിടെ നിങ്ങളെ വെല്ലുവിളിക്കാൻ പ്രാപ്തിയുള്ള ത്രാണിയുള്ള ഒരാളുമില്ല. അത് ഞാൻ അംഗീകരിച്ചു തരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി കളിക്ക്. ഇവിടേക്ക് വരില്ല, ആശയ സംവാദ മേഖലയിലേക്ക് വരില്ല. ഇവിടെ വന്നിട്ട് വെറുതെ എന്തിനാ ഞങ്ങളുടെ സമയം കളയുന്നത്, ശല്യപ്പെടുത്തുന്നത്? നിങ്ങൾ അന്ന് എന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ നോക്കി പരാജയപ്പെട്ടല്ലോ. നിങ്ങൾക്ക് ചിലപ്പോൾ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ അധികം സമയമൊന്നും നിങ്ങളെ പരാജയപ്പെടാൻ, ഹാക്ക് ചെയ്യാൻ ശ്രമിക്കാൻ നിങ്ങൾക്ക് അധികം സമയമൊന്നും വേണ്ടി വന്നിട്ടുണ്ടാവില്ല. പക്ഷെ അക്കൗണ്ട് അപ്പൊ തന്നെ, ഫേസ്ബുക്ക് അപ്പൊ തന്നെ ബ്ലോക്ക് ചെയ്തു. ആ ബ്ലോക്ക് ചെയ്ത സാധനം പിന്നെ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, ശരിയാക്കി എടുക്കാൻ വേണ്ടി ഞാൻ കുറെ സമയം എന്നെ കളഞ്ഞു. മനസ്സിലായ? സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ്, അത് ഇത് കുന്തം കുടച്ചക്രം എന്നൊക്കെ പറഞ്ഞ് അവർ ചോദിക്കുന്നതിനൊക്കെ ആൻസർ ചെയ്തിട്ട് കുറെ സമയം എന്റെ പോയി. അത് കഴിഞ്ഞിട്ടാണ് ശരി അക്കൗണ്ട് തിരിച്ചു കിട്ടുന്നത്. അപ്പൊ എന്തിനാ വെറുതെ ഇങ്ങനെ ഞങ്ങളുടെ സമയം നഷ്ടപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഈ ആശയ സംവാദ മേഖലയിലേക്ക് വരുന്നത്? അണ്ണാൻ ആനയോളം വാ വിളിക്കാൻ പറ്റുമോ സംഗി? പറ്റുമോ? അല്ലെങ്കിൽ അണ്ണാൻ ആശിച്ചാൽ ആനയാകുമോ? ഇല്ലല്ലോ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. പിന്നെ എന്തിനാ വെറുതെ നിങ്ങൾ ഈ പരിപാടിക്ക് നിൽക്കുന്നത്? അതല്ല, നിങ്ങൾക്ക് ഇനി ആശയ സംവാദം നടത്താൻ അത്രമാത്രം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുന്നു. ഇപ്പോഴുള്ള നിങ്ങളുടെ ഗുരുക്കന്മാരുണ്ടല്ലോ, അവരെയൊക്കെ വിടുക. അവരെ കൊണ്ട് കാര്യമൊന്നുമില്ല. അവർക്ക് നിങ്ങളെ പഠിപ്പിക്കാൻ പറ്റുന്നത് തെറിവിളിയും ചീത്തവിളിയും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പറ്റുള്ളൂ. കാരണം അതേ ഇപ്പൊ കാണുന്നുള്ളൂ നിങ്ങളിൽ നിന്ന്, ഫേസ്ബുക്കിലെ സംഖ്യകളിൽ നിന്ന് ഇപ്പൊ അതൊക്കെ കാണുന്നുള്ളൂ. അപ്പൊ ഇപ്പോഴത്തെ ഗുരുക്കന്മാരെ വിട്. എന്നിട്ട് അതിന് പറ്റിയ വേറെ ഗുരുക്കന്മാരുണ്ടല്ലോ, അവരെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുക. എന്നിട്ട് അവരോട് പറയാം ഞങ്ങൾക്ക് ആശയ സംവാദം നടത്തണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പൊ അത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് അതൊന്ന് പഠിപ്പിച്ച് അതെന്ന് പറഞ്ഞ് അവരെടുത്തിയല്ലേ നിങ്ങൾ, അവരുടെ കീഴിൽ അഭ്യസിക്കുക. അപ്പൊ അവര് പറയുന്ന പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക, അവര് പറയുന്ന മെത്തേഡൊക്കെ ഫോളോ ചെയ്യും, പഠിക്കുക. എന്നിട്ട് ഞങ്ങളോട് ആശയ സംവാദത്തിന് വാ. മനസ്സിലായ? എന്നിട്ട് വാ. ഇപ്പൊ നിങ്ങൾ അതിനായിട്ടില്ല സംഖ്യകളെ. ഇപ്പൊ നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതല്ല. പക്ഷെ ഇപ്പോഴേ നിങ്ങൾ ശ്രമിച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ആയേക്കാം. മനസ്സിലായോ? എപ്പോഴെങ്കിലും ആയേക്കാം, അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോഴേ ശ്രമിച്ചു തുടങ്ങിക്കോ. ശ്രമമില്ലെങ്കിൽ ശ്രേയസ്സുമില്ല എന്നല്ലേ ചൊല്ല്. അതുകൊണ്ട് ഇപ്പോഴേ ശ്രമം ആരംഭിച്ചോ. നാവുകൊണ്ട് ഷൂ പോളിഷ് ചെയ്യുന്ന ജോലി അത് വിട്ടുകളയണ്ട കേട്ടോ. അത് നിങ്ങളുടെ പാരമ്പര്യ തൊഴിലാണ്. ഈ പാരമ്പര്യ തൊഴിലുകളെ അവഗണിക്കരുത് എന്ന് നിങ്ങൾ തന്നെയല്ലേ പറയാറുള്ളത്. പാരമ്പര്യ തൊഴിലുകളൊന്നും അവഗണിക്കരുത്, നമ്മൾ അതിനെ ഫോളോ ചെയ്ത് പോകണം എന്ന് നിങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണ് നമുക്കറിയാം. കാരണം ഈ ജാതി വ്യവസ്ഥ നിലനിന്നത് തൊഴിലിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഈ പാരമ്പര്യ തൊഴിലുകളെല്ലാം വിട്ടുകളയാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജാതി ഉപേക്ഷിക്കാനാണ്, ജാതി വ്യവസ്ഥയ്ക്ക് എതിരായിട്ട് നിൽക്കുകയാണല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത് അറിയാം. എന്നാലും നിങ്ങൾ അങ്ങനെ പറയുന്നോണ്ട് പറയാണ് സംഖ്യകളുടെ പാരമ്പര്യ തൊഴിലാണ് നാവ് കൊണ്ട് ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ആ പാരമ്പര്യ തൊഴിൽ നിങ്ങൾ വിടണമെന്ന് ഞാൻ പറയുന്നില്ല. ആ ജോലി തുടർന്നോ. ആ ജോലിയിലായിരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക്
സൈഡായിട്ട് പഠിക്കാമല്ലോ. അപ്പൊ എങ്ങനെ ഏതെങ്കിലും ഗുരുക്കന്മാരെ കണ്ട് പഠിച്ചിട്ട് വാ, ഞങ്ങൾ ഇപ്പുറത്ത് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഇപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപക്ഷെ ഞാനൊക്കെ ഉണ്ടായിന്ന് വരില്ല. കാരണം നിങ്ങളെ പഠിച്ചിട്ടൊക്കെ വരുമ്പോഴേക്കും കൊല്ലം കുറെ കഴിയും. നിങ്ങളുടെ ബുദ്ധിയും നിലവാരമൊക്കെ വെച്ചിട്ട് കൊല്ലം കുറെ കഴിയും. അപ്പോഴേക്കൊക്കെ ഞാൻ ചത്ത് മണ്ണടിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ എന്റെ മക്കളുടെ കാലത്ത് അല്ലെങ്കിൽ അതിന്റെ ശേഷമുള്ള കാലത്തേക്കേ പറ്റുള്ളൂ. അപ്പോഴേക്കൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ആ ലെവലിലേക്ക് എത്തുള്ളൂ. ഇതിപ്പോ നമ്മള് ഇന്നൊരു വാഴ വെച്ചിട്ട് ഇന്ന് തന്നെ കൊല വെട്ടണമെന്ന് പറഞ്ഞ് നടക്കുന്ന കാര്യമൊന്നുമല്ലല്ലോ. കാലം കുറെ പിടിക്കില്ല. അതുപോലെയൊക്കെയാണ്. നിങ്ങൾ ഇപ്പോഴേ ശ്രമിച്ചാൽ പിന്നെ എപ്പോഴെങ്കിലൊക്കെ വരും. പക്ഷെ ഞങ്ങളുടെ പിള്ളേരൂടെ കാണും. മനസ്സിലായോ? ഇതേ മേഖലയിൽ ഞങ്ങളിത് നൂറ്റാണ്ടുകളായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ആശയ സംവാദ മേഖല. നൂറ്റാണ്ടെന്ന് വെച്ചാൽ കുറഞ്ഞത് 20 നൂറ്റാണ്ട് ക്രിസ്ത്യാനികളെ സ്റ്റാർട്ട് ചെയ്ത കാലം മുതലേ ഉണ്ട് ഈ പരിപാടി. അപ്പൊ ഞാനൊക്കെ പോയി കഴിഞ്ഞാലും എനിക്ക് ശേഷമുള്ള പിള്ളേരും ഇതൊക്കെ തന്നെ ചെയ്യും. അപ്പൊ നിങ്ങളെ ഇവിടെ പിള്ളേര് കാണും, അപ്പൊ നടത്താം ഈ പരിപാടി. ഇപ്പൊ നിങ്ങൾ അതിനായിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഹാക്കിങ്ങും പരിപാടിയൊക്കെ നടത്തിയിട്ട് അല്ലെങ്കിൽ തെരുവിളിയൊക്കെ നടത്തിയിട്ട് നിർത്താൻ നോക്കുന്നത്. ആ പരിപാടി വേണ്ട കേട്ടാ. എന്നാൽ ഈ രോഹിത്തിനുള്ള മറുപടി ഫേസ്ബുക്കിൽ ഞാൻ വേറെ കുറെ കൊടുക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ചു അത് അവിടെ മാത്രം കൊടുക്കേണ്ട, വീഡിയോ ആയിട്ടും ചെയ്യാം. ഇപ്പൊ വയ്യാണ്ടിരിക്കുകയാണ് എങ്കിൽ പോലും ഞാൻ പരമാവധി അവിടെ ഇടുന്ന പോസ്റ്റുകൾ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പാകെ എത്തിക്കാം. കാരണം ഈ സംഖ്യകള് ഭയങ്കര വെല്ലുവിളിയാണെന്നേ ഫേസ്ബുക്കിനകത്ത്. ഭീഷണി, നിന്നെ ഉത്തരേന്ത്യയിലെ പോലെ ഇവിടെയും നിന്നെയൊക്കെ കാണിച്ചു തരാടാ തല്ലി ഓടിക്കുന്നൊക്കെയാ പറയുന്നത്. തല്ലി ഓടിക്കുന്നേ നമ്മളെ. ഞാനൊക്കെ ദ്രാവിഡനാണ്, മനസ്സിലായ? എന്റെ വിശ്വാസം ക്രിസ്തുവിലാ, ശരിയാ. പക്ഷെ എന്റെ എത്നിസിറ്റി എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ എത്നിസിറ്റി, അത് ഈ നാടിന്റെ ഈ മണ്ണിന്റെ മകനാ ഞാൻ. വിന്ധ്യപർവ്വതം കടന്ന് ഇങ്ങോട്ടേക്ക് വന്ന ടീമുകൾക്ക് ചൂട്ടുകറ്റ പിടിച്ചു കൊടുക്കുന്ന നിന്നെപ്പോലുള്ളവന്മാരൊക്കെ എന്റെ കണ്ണിൽ താഴെയാണ്, വളരെ താഴെ. മനസ്സിലായ? വളരെ താഴെയാണ്. എന്നെ ഓടിപ്പിക്കാനൊന്നും നീ വളർന്നിട്ടില്ല. എന്നേന്നല്ല, ഞങ്ങളെ ഓടിപ്പിക്കാൻ നീ വളർന്നിട്ടില്ല. ഞങ്ങൾ മണ്ണിന്റെ മക്കൾ ഈ മണ്ണിൽ തന്നെ കാണും. ഈ മണ്ണിൽ തന്നെ ഞങ്ങൾ കാണും. ഉത്തരേന്ത്യയിൽ അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. പേടിപ്പിക്കാൻ വരല്ലേ? വേറെ ചങ്ങാതിവൻ എന്ന് പറയുന്നുണ്ടായിരുന്നു, ഹിന്ദുക്കൾ എല്ലാവരെയും മണ്ണിലേക്ക് സ്വീകരിച്ചിട്ടേ ഉള്ളൂ, എല്ലാവരോടും വളരെ എല്ലാ മതങ്ങളോടും ആദരവ് കാണിച്ചിട്ടേ ഉള്ളൂ, എന്നിട്ട് നിങ്ങളെ പോലുള്ള ആൾക്കാർ കാരണം കൊണ്ടാണ് ഹിന്ദുക്കൾ ഇപ്പൊ ഇന്ന് തിരിച്ചു പറയുന്നതെന്ന്. ഇതൊക്കെ ഒരു മിത്താണ്. ഈ വാദം ഉണ്ടല്ലോ, ഇത് സ്ഥിരം പറയുന്ന വാദ. ഈ വാദം പല ക്രിസ്ത്യാനികളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചരിത്രബോധമില്ലാത്തത് കൊണ്ടാണ്, ചരിത്രബോധമില്ലാത്ത ക്രിസ്ത്യാനികളാണത് പറയുന്നത്. ഹിന്ദുക്കള് ഒരു മതത്തോടും ഒരു വിധത്തിലുള്ള ആദരവും കാണിച്ചിട്ടില്ല, ഒരാദരവും. മനസ്സിലായ? ജിഹാദികളുടെ മറുപുറമാണ് ഹിന്ദുക്കളും. ഉത്തരേന്ത്യയിലേക്ക് നോക്കിയപ്പോൾ നിങ്ങൾ അത് കാണുന്നില്ലേ? അത് തന്നെയാണ് ഇത്. യഥാർത്ഥ ആര്യാവർത്തം നോക്ക് നിങ്ങൾ. ആര്യാവർത്തത്തിലേക്ക് ഇവർ സ്വീകരിച്ചിട്ടുള്ള ഒരു മതത്തിന്റെ പേര് പറ. ഹിന്ദുക്കൾ സ്വീകരിച്ചിട്ടുള്ള ഒരു മതത്തിന്റെ പേര് പറ. ഒരൊറ്റെണ്ണം പോലും ഇല്ല. സ്വീകരിച്ചതേ ദക്ഷിണേന്ത്യയിലുള്ളവരാണ്, വിന്ധ്യപർവ്വതത്തിന്റെ ഇപ്പുറത്തുള്ളവര്, തെക്കേ ഭാഗത്തുള്ളവര്, എന്ന് വെച്ചാൽ ദ്രാവിഡര് പുറമേ നിന്നുള്ളവരെ സ്വീകരിച്ചിട്ടുണ്ട്. അവരിവിടേക്ക് യഹൂദന്മാര് വന്നപ്പോ യഹൂദന്മാരെ സ്വീകരിച്ചു. വിന്ധ്യപർവ്വതം കടന്ന് ബുദ്ധന്മാര് വന്നു, സ്വീകരിച്ചു. ജൈനന്മാര് വന്നു, സ്വീകരിച്ചു. ക്രിസ്ത്യാനികൾ വന്നു, സ്വീകരിച്ചു. മുസ്ലിങ്ങൾ വന്നു, സ്വീകരിച്ചു. ഇങ്ങനെ വന്നവരൊക്കെ ദ്രാവിഡന്മാര് സ്വീകരിച്ചിട്ടുണ്ട്. ആ വിധത്തിൽ വന്നവരാണ് ഈ പറയുന്ന ബ്രാഹ്മൺസും. AD 7-ാം നൂറ്റാണ്ടിലാണ് അത് കൂടുതൽ, 7-9 നൂറ്റാണ്ടിനിടയിലാണ് കൂടുതലായിട്ട് വന്നത്. കാരണം ആ സമയത്ത് ഉത്തരേന്ത്യയിലും ഇവരുടെ അറബികളുടെ ആക്രമണം ഉണ്ടായി. മനസ്സിലായോ? അറബികളുടെ ആക്രമണം ഉണ്ടായി കഴിഞ്ഞപ്പോ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ പ്രദേശം, അവിടെ നിന്നുള്ള ആക്രമണമൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവർ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടിട്ട് ഈ കേരളം പോലെയുള്ള ഈ ഭാഗത്തേക്ക് വന്നു. ഇവിടെ വന്നപ്പോ ദ്രാവിഡർ എന്ത് ചെയ്തു? അവർക്ക് അഭയം കൊടുത്തു. ഇതിനു മുമ്പ് വന്ന ആൾക്കാർക്കൊക്കെ അഭയം കൊടുത്തതുപോലെ ഇവർക്കും അഭയം കൊടുത്തു. ഇവരവരുടെ സഹജ സ്വഭാവമായ നന്ദികേട് ഇവിടെ കാണിച്ചു. ബാക്കി അതിനു മുമ്പ് ഇവിടെ വന്നവരെയൊക്കെ സ്വീകരിച്ചപ്പോ ആ ആളുകൾ ഇവിടെ വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് ജീവിക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ? ഇവിടെയുള്ള ആൾക്കാരുമായിട്ട് ഇടകലർന്ന് ഒരു കുഴപ്പമില്ലാതെ തന്നെ ജീവിച്ചു. ഈ കൂട്ടർ മാത്രം എന്ത് ചെയ്യുന്നറിയാമോ? ഇവന്മാരിവിടെ വന്നിട്ട് ഈ ആര്യാവർത്തത്തിലെ സിസ്റ്റം ഇവിടെയും നടപ്പിലാക്കി. എന്താണ്? ജനങ്ങളെ പല തട്ടുകളാക്കി തിരിച്ചു. വർണ്ണത്തിന്റെ പേര് പറഞ്ഞ് പല തട്ടുകളാക്കി തിരിച്ചിട്ട് ഇവിടെ ഉള്ള യഥാർത്ഥ മണ്ണിന്റെ മക്കളെ അടിമകളാക്കി തീർത്തു. അടിമകളാക്കിയിട്ട് നൂറ്റാണ്ടുകളോളം അടിമകളാക്കി തീർത്തു. അവരുടെ ജീവിതം കഷ്ടവും ദുരിതവും കയ്പും നിറഞ്ഞതാക്കി തീർത്തു. എന്റെയൊക്കെ പൂർവികർ അങ്ങനെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ്. പ്രത്യേകിച്ച് ആ പുസ്തകത്തിന് വേണ്ടി ഞാൻ പറഞ്ഞില്ലേ, ആഹാരത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന പുസ്തകത്തിന് വേണ്ടി കുറേയേറെ ചരിത്ര ഗ്രന്ഥങ്ങൾ, പഴയ ചരിത്ര ഗ്രന്ഥങ്ങളെല്ലാം വായിച്ചപ്പോഴാണ് വളരെ ആഴത്തിൽ എനിക്കത് മനസ്സിലായത്. അത് ചെയ്തിട്ടുള്ളത് അവന്മാര്. എന്നിട്ട് പറയാണ് ഞങ്ങൾ എല്ലാവരെയും ആദരിച്ചിട്ടുള്ളൂ. ഒരാളെയും നിങ്ങൾ ആദരിച്ചിട്ടില്ല. ആദരിച്ചിട്ടുള്ളത് ദ്രാവിഡര് ചെയ്തതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്ന 8 കാലി മമ്മൂഞ്ഞകൾ മാത്രമാണ് ഹിന്ദുക്കള്.
അതുകൊണ്ട് അമ്മാതിരി ഉടായ്പ് ഡയലോഗായിട്ടൊന്നും വരണ്ട. എന്തായാലും ഫേസ്ബുക്കിൽ ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ വീഡിയോ ആയിട്ട് തന്നെ വരും. ഇത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ആയിട്ടിട്ടാൽ കുറെ നാളുണ്ടാവും, പിന്നെ പോകും. അത് വീഡിയോ ആയിട്ട് തന്നെ ഡോക്യുമെന്റ് ചെയ്യപ്പെടണം. ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഭാവിയിൽ അത് പുസ്തക രൂപത്തിലും വരും.